വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. കേരളത്തിൽ ഒരു ചരിത്ര നിമിഷം ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, KSRTC ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്ര. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി അനുവദിക്കപ്പെട്ട KSRTCകളിൽ ഇന്നു മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. എന്തായാലും കേരളം മുഴുവൻ ഈ ഒരു പദ്ധതിയെ വലിയ ആവേശത്തോടു കൂടിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. മലപ്പുറം ജില്ലയിലും മലയോര മേഖലകളിലുമെല്ലാം ഈ ഒരു സൗജന്യ യാത്രയെ ആരവത്തോടു കൂടിയാണ് വരവേറ്റത്. നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം നാടെങ്ങും ആഘോഷമാക്കി. ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. വണ്ടൂരിൽ UDFന്റെ നേതൃത്വത്തിൽ ബസ്സിന് ആവേശകരമായ വരവേൽപ്പ്. പരിപാടി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ കാപ്പിലിൽ വീണ്ടും സംഘർഷം. 2 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. ഒരു CPM പ്രവർത്തകനും പരിക്ക്. സംസ്ഥാനത്ത് പുതിയ ചരിത്രമെഴുതി KSRTC ബസ്സുകളിൽ വനിതകൾക്കുള്ള സൗജന്യ യാത്ര ആരംഭിച്ചു. പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നടന്നപ്പോൾ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം ഡിപ്പോയിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന്, വനിതാ മുന്നേറ്റത്തിന് ഏറ്റവും ശക്തി പകരുന്ന ഒന്നാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഇത് കേരളത്തിൽ നിന്ന് അമ്മമാർക്ക്, സഹോദരിമാർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ആദരവാണ്, അംഗീകാരം. ഇന്ന് പലരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നത് മാധ്യമങ്ങളിൽ കണ്ടില്ല. സ്ഥിരമായി വീട്ടുജോലിക്ക് പോകുന്ന നമ്മുടെയൊക്കെ സഹോദരിമാർക്ക് ലഭിക്കുന്നത് വളരെ ചെറിയ തുകയാണെങ്കിൽ ആ തുകയ്ക്കിടയിൽ കിട്ടുന്ന തുക കൊണ്ട് ബസ് കൂലി കൊടുക്കേണ്ട സാഹചര്യം അവർക്കുണ്ടാകുമ്പോൾ അത് കഴിഞ്ഞ് കിട്ടുന്നത് വളരെ ചെറിയ തുകയായിരുന്നു. ഇന്ന് നമുക്ക് അത്തരത്തിൽ തൊഴിലിന് പോകുന്ന ഒരു സഹോദരിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് കിട്ടുന്ന പണത്തിൽ ചില്ലിക്കാശ് പോലും ബസ് ചാർജിന് വേണ്ടി കൊടുക്കേണ്ട എന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വരുമാനമാണ് ഒരു കുടുംബത്തിനുണ്ടാകുന്ന ഏറ്റവും വലുത്. അപ്പോൾ ഇവിടെ KSRTC ബസ്സുകളിൽ സൗജന്യം അനുവദിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് ലഭിക്കുന്ന ഈ സൗജന്യം ഒരു വ്യക്തിക്ക് ലഭിക്കുന്ന സൗജന്യമല്ല. അവരുടെ കുടുംബത്തിന്റെ അടിത്തറയ്ക്ക്, അവരുടെ കുടുംബ ബജറ്റ് അവർക്കുണ്ടാക്കുന്ന ഒരു വലിയ നേട്ടമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആദ്യ സീറോ ടിക്കറ്റ് മലപ്പുറം നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V റിനീഷ റഫീഖിന് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് V റിനീഷ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മുൻ MLA P ഉബൈദുള്ള, നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ജിതേഷ് അനിൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹാരിസ് ആമിയൻ, വാർഡ് കൗൺസിലർ നജ്മ, മലപ്പുറം KSRTC അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ MV അനസ്, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ കാർത്തികേയൻ,
തൊഴിലാളി സംഘടനാ നേതാക്കളായ സെൽവരാജ്, സന്തോഷ്, രാജേഷ്, യൂസഫ്, ഫൈസൽ, ഷിഹാബ് എന്നിവർ ആശംസകൾ നേർന്നു. ആദ്യ സർവീസിലെ യാത്രക്കാർക്ക് സമ്മാന വിതരണവും മധുര വിതരണവും സൗജന്യ ദിനപത്ര വിതരണവും നടത്തി. KSRTC ബസ്സുകളിലെ സൗജന്യ യാത്രയുടെ ഭാഗമായി ഇന്ന് വണ്ടൂരിലും ആവേശകരമായ വരവേൽപ്പാണ് ബസ്സിന് ലഭിച്ചത്. പ്രവർത്തകർ ഒന്നായി ബസ്സിനെ വരവേറ്റു. ആഘോഷപൂർവ്വം ബസ്സിലെ ഡ്രൈവർ, കണ്ടക്ടർ എന്നിവരെയൊക്കെ ഹാരാർപ്പണം നടത്തിയൊക്കെയാണ് ഇവർ സ്വീകരിച്ചത്. ഈ ഒരു പരിപാടി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ആലിപ്പറ്റ ജമീലയുടെ നേതൃത്വത്തിൽ വനിതകൾ വണ്ടൂർ മുതൽ ചെറുകോട് വരെ യാത്രയും ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TP ഗോപാലകൃഷ്ണൻ, KC കുഞ്ഞിമുഹമ്മദ്, UDF പഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൽ എടപ്പറ്റ, കൺവീനർ കാപ്പിൽ മുരളി, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PT ജബീബ് സുക്കീർ, വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K അമൃത, പഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ, MK നാസർ തുടങ്ങി നിരവധി നേതാക്കളും പ്രവർത്തകരും പങ്കെടുത്തു. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രം 98 സർവീസുകളാണ് ഉള്ളത്. ടൗൺ ടു ടൗൺ സർവീസുകളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യമായ യാത്രയാണ്. രാഹുൽ ഗാന്ധി പുതിയ യാത്രയുടെ സമാപനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് പ്രഖ്യാപിച്ചതാണ്. അന്ന് പലരും ചോദിച്ചിരുന്നു ഇത് നടപ്പാക്കാൻ വേണ്ടിയാണോ എന്ന്. അത് നടപ്പാക്കാൻ വേണ്ടിയായിരുന്നു എന്ന സത്യം ഇന്നിവിടെ യാഥാർത്ഥ്യമായിരിക്കുകയാണ്. UDF സർക്കാരിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ധാരാളം സ്ത്രീകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുകയാണ്. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ടുള്ള പ്രിയദർശിനി പദ്ധതി നടപ്പിലാക്കിയ UDF സർക്കാരിന് അഭിവാദ്യം അർപ്പിച്ച് വഴിക്കടവ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഹ്ലാദ പ്രകടനവും മധുര വിതരണവും നടത്തി. KPCC അംഗവും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായ NA കരീം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ സ്വീകരിക്കും എന്നാണ് അന്ന് പറഞ്ഞത്. അതിൽ പ്രധാനമായിരുന്നു ബഹുമാന്യനായ രാഹുൽ ഗാന്ധി കേരളത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ 5 ഗ്യാരണ്ടികൾ എന്നുള്ള രീതിയിൽ ഇന്ദിരാ ഗ്യാരണ്ടി എന്നുള്ള പേരിൽ 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചു കേരളത്തിൽ. മണ്ഡലം പ്രസിഡന്റ് സുനീർ മണൽപ്പാടം അധ്യക്ഷത വഹിച്ചു. വഴിക്കടവ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PV മാത്യു, അസീസ് പുളിയഞ്ചാലി, ഉഷാവേലു, ജാഫർ പുലിയോടൻ, PK റജീബ്, AK വർഗീസ്, ബാലൻ അല്ലിപ്ര, സക്കീന അഷറഫ്, മാനു കൊന്നാടൻ, ജയ്മോൾ വർഗീസ്, K ഗോപിനാഥൻ, അബ്ബാസ് മാടമ്പ്ര, P അലീമ, ഷിഹാബ് പുളിയഞ്ചാലി, മമ്മദ് പൂവത്തുംപറമ്പിൽ, അസീസ് പാറപ്പുറം, അഷറഫ് മരുത, രാജീവ് പുന്നക്കൽ, P ഷിൽജ, ജെസി തോമസ്, ഷാജഹാൻ NP, ഉസ്മാൻ PT, M മുജീബ്, റഫീഖ് മോൻ എന്നിവർ നേതൃത്വം നൽകി. മമ്പാട്ടിലും പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായി KSRTC ബസ്സിലെ വനിതകൾക്കുള്ള യാത്രയ്ക്ക് ഉജ്ജ്വലമായ സ്വീകരണം നൽകി. മമ്പാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് മെമ്പർ KT അഷറഫ് ഫ്ലാഗ് ഓഫ് ചെയ്ത് നിർവഹിച്ചു. മമ്പാട് സ്റ്റോപ്പിൽ നടന്ന ചടങ്ങിൽ മുസ്ലിം യൂത്ത് ലീഗ് വണ്ടൂർ മണ്ഡലം ഭാരവാഹി ഫായിസ് കാഞ്ഞിരാല, മുസ്ലിം യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് സൽമാനുൽ ഫാരിസ്, ട്രഷറർ സലീം മമ്പാട്, അഡ്വക്കേറ്റ് ഷഹീൻ, അഷറഫ് ടാണ, ഡോക്ടർ അബ്ദുൽ സലാം, കണ്ണിയൻ, VT ഖാസിം, കോയാപ്പു സാഹിബ്, സൽമാൻ തോട്ടിൻ്റെക്കര, ഫാസിൽ, അഖിൽ റോഷൻ എന്നിവർ പങ്കെടുത്തു. നിലമ്പൂർ നഗരസഭയിലും KSRTC ബസിന്റെ ആദ്യയാത്രയ്ക്ക് ആവേശകരമായ തുടക്കമാണ് ഉണ്ടായിരിക്കുന്നത്. നിലമ്പൂർ KSRTC ബസ് ഡിപ്പോയിലാണ് ചടങ്ങ് നടന്നത്. നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥാണ് ആദ്യയാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. ചടങ്ങിൽ മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം ഇസ്മായിൽ മൂത്തേടം, VA കരീം, A ഗോപിനാഥ് തുടങ്ങിയ കോൺഗ്രസിന്റെയും UDFന്റെയും സമുന്നതരായ നേതാക്കന്മാരും നിലമ്പൂർ നഗരസഭയിലെ കൗൺസിലർമാരും മറ്റ് ഉദ്യോഗസ്ഥ പ്രമുഖരും പങ്കെടുത്തു. ആ പൈസ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതേസമയം അത് വിനിയോഗിക്കേണ്ട ആവശ്യം വരുന്ന സാഹചര്യങ്ങളിൽ നമ്മുടെ സഹോദരിമാർക്ക് അത് ഉപയോഗിക്കാൻ സർക്കാർ കനിഞ്ഞ് അറിഞ്ഞ് നൽകുന്ന ഒരു മഹത്തായ ദിനമാണിന്ന്. അത് KSRTC ബസ്സുകളിൽ, ഓർഡിനറി ബസ്സുകളിൽ, പ്രിയദർശിനി എന്ന ബോർഡ് വെച്ച ബസ്സുകളിൽ നമുക്കിനി സധൈര്യം ചേർത്ത് പിടിക്കുന്ന നമ്മുടെ സഹോദരന്മാരുടെ, നമ്മുടെ ഭരണത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ അവരുടെ ഇച്ഛാശക്തിയുടെ, തീർച്ചയായും സ്ത്രീപക്ഷ സമീപനത്തിന്റെ
ഒന്നായ ചരിത്രം രേഖപ്പെടുത്തുന്ന ഈ മുഹൂർത്തത്തിൽ എനിക്കും നിങ്ങൾക്കുമെല്ലാം ഇതിൽ സഹകരിക്കാൻ സാധിക്കുന്നു എന്നത് തന്നെ അഭിമാനാർഹമാണ്. ഞാൻ എൻ്റെ സഹോദരിമാരോട് പ്രത്യേകിച്ച് മുന്നോട്ട് തീർച്ചയായും ഈ സർക്കാർ തുടരേണ്ടത് എത്രമാത്രം അനിവാര്യമാണെന്ന് ഓരോ സ്ത്രീയും തിരിച്ചറിയുന്ന നിമിഷം കൂടിയാണിത്. വണ്ടൂർ പഞ്ചായത്തിലെ കാപ്പിൽ മേഖലയിൽ വീണ്ടും സംഘർഷം. കഴിഞ്ഞ ശനിയാഴ്ച രാത്രിയിലുണ്ടായ സംഘർഷത്തിൽ 3 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 2 BJP പ്രവർത്തകർക്കും 1 CPM പ്രവർത്തകനുമാണ് പരിക്കേറ്റത് എന്നാണ് വിവരം. BJP പ്രവർത്തകരായ വിശാഖ്, ജിതിൻ എന്നിവർക്കാണ് കൈക്ക് വെട്ടേറ്റിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി 8:45 കാപ്പിൽ അങ്ങാടിയിലാണ് സംഭവം. ഇതിൽ വിശാഖിന്റെ പരിക്ക് ഗുരുതരമാണ്. പരിക്കേറ്റ ഇവരെ ആദ്യം വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. സംഭവത്തിന് പിന്നിൽ CPM ആണെന്നാണ് BJP ആരോപിക്കുന്നത്. എന്നാൽ ഈ സംഘർഷത്തിൽ CPMന്റെ പ്രവർത്തകനായ ജിനേഷ് രാജ് എന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട്. ഇദ്ദേഹത്തെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായാണ് വിവരം. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ CPMന്റെ മറുപടി ഇത് വ്യക്തികൾ തമ്മിലുള്ളൊരു സംഘർഷം മാത്രമാണെന്നും ഇത് രാഷ്ട്രീയപരമായ വിഷയമല്ല എന്നുമാണ് CPM പറയുന്നത്. എന്നാൽ BJP ഇത് CPMന്റെ അക്രമമാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ഒരിടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എനിക്ക് ഓരോ നിമിഷവും നിറവുള്ളതാണ്. വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം.
വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. വണ്ടൂർ കാപ്പിച്ചാലിൽ കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന അബ്ദുൽ ഖാദർ സ്മാരക വായനശാലയ്ക്ക് ഇനി സ്വന്തം കെട്ടിടം. പൊതുജന പങ്കാളിത്തത്തോടുകൂടിയാണ് പൂക്കുളം GLP സ്കൂളിന് സമീപം കെട്ടിടം നിർമ്മിച്ചത്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജയപ്രകാശ് കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കൊച്ചിയിലെ ഗവൺമെന്റിന്റെ അധീനതയിൽ, അവിടുത്തെ ദിവാൻ ഭരണത്തിന്റെ ഒക്കെ അധീനതയിൽ കുറച്ച് ഗ്രന്ഥശാലകൾ വരുന്നു. മലബാറിലാണെങ്കിൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബ്രിട്ടീഷ് ഇന്ത്യക്കെതിരായിട്ടുള്ള സമരം രാജ്യത്തിനകത്ത് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ദേശീയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മലബാറിൽ കെ ദാമോദരൻ്റെയും മുഹമ്മദ് അദ്രീമാൻ സാഹിബിൻ്റെയും മഹാനായ EMSൻ്റെയും നേതൃത്വത്തിൽ മലബാറിൽ കുറച്ച് ഗ്രന്ഥശാലകൾ കൊണ്ടുവരും. ഈ 3 മേഖലകളിലും തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലുമായി വിന്യസിച്ച് കടന്നിരുന്ന ഏതാനും ചില ഗ്രന്ഥശാലകളെ കൂട്ടി ഇണക്കിക്കൊണ്ട് 1937 ആയപ്പോഴേക്ക് ഒരു പുതിയ ഗ്രന്ഥശാല സമ്മേളനം നടക്കുകയാണ്. നീണ്ട 20 വർഷത്തെ വാടക കെട്ടിടത്തിലെ പരിമിതികൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് വായനശാല പുതിയ കെട്ടിടത്തിലേക്ക് മാറിയത്. നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും സജീവ പങ്കാളിത്തത്തോടെയാണ് പൂക്കുളം LP സ്കൂളിന് സമീപം വായനശാലയ്ക്കായി എല്ലാവിധ സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ആയിരക്കണക്കിന് പുസ്തകങ്ങളുടെ വിപുലമായ ശേഖരവുമായാണ് വായനശാല പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ അനുമോദിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ബൈജു ചെമ്പ്ര, അംഗങ്ങളായ CT ചെറി, EP മുഹമ്മദ് കുഞ്ഞി, ഉമ്മർകുട്ടി, സഫിയ, KT മുഹമ്മദ് അലി, EP മുരളീധരൻ, റിട്ടയർഡ് ISRO ഉദ്യോഗസ്ഥൻ CTP ഉണ്ണിക്കമ്മു, വായനശാല പ്രസിഡന്റ് K അബ്ദുൾ ലത്തീഫ്, സെക്രട്ടറി AP കുഞ്ഞി മുഹമ്മദ്, MK നാസർ, കണ്ണിയൻ ഷൗക്കത്ത്, ഫസൽ ഹക്ക് മാസ്റ്റർ എന്നിവർ സംബന്ധിച്ചു. കേരള വ്യാപാരി വ്യവസായി സമിതി വണ്ടൂർ യൂണിറ്റ് സമ്മേളനം വ്യാപാരി മന്ദിരത്തിൽ നടന്നു. ജില്ലാ ട്രഷറർ VK അശോകൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള പ്രതിസന്ധി റെസ്റ്റോറന്റ് ഉൾപ്പെടെയുള്ള ഭക്ഷണ നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ടും അതുപോലെ ചെറുകിട സംരംഭങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ പശ്ചിമേഷ്യൻ സംഘർഷം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മുടെ നാട്ടില് ഗ്യാസിന്റെ വില എന്ന് പറയുന്നത് 1800 രൂപയാണ്. ഇന്നിപ്പോ ഒരു കുറ്റി ഗ്യാസ് കിട്ടണമെങ്കിൽ വലിയ ക്ഷാമം നേരിടുന്നുണ്ട്. കിട്ടിയാൽ പോലും 3200 മുതൽ 3500 രൂപ വരെ കൊടുക്കേണ്ട അവസ്ഥയിലാണ്. ഒട്ടേറെ ഹോട്ടലുകൾ ഇതിന്റെ ഭാഗമായിട്ട് അടച്ചുപൂട്ടപ്പെട്ടിട്ടുണ്ട്. അവിടെ തൊഴിലെടുത്തിരുന്ന ജീവനക്കാര് അവരുടെ തൊഴിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. ഒരു യുദ്ധം ഈ രീതിയിലാണ് നമ്മുടെ ലോകത്താകമാനം സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കുന്നത്. പ്രസിഡന്റ് KV സുരേഷ് അധ്യക്ഷത വഹിച്ചു. സമ്മേളനത്തോടനുബന്ധിച്ച് LSS, USS, NMMS വിവിധ സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും ആദരിച്ചു. പ്രസിഡന്റ് KV സുരേഷ് അധ്യക്ഷത വഹിച്ചു. സംഘടനാ റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി സുൽഫീഖർ അവതരിപ്പിച്ചു. സെക്രട്ടറി IB ഷമീർ, ജില്ലാ കമ്മിറ്റി അംഗം അബ്ബാസ്, അരുൺ കാപ്പിൽ, ട്രഷറർ കുഞ്ഞാലി എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി KV സുരേഷ്, സെക്രട്ടറി അഫ്സൽ സീലത്ത്, പ്രസിഡന്റ് PK സുധീഷ്, ട്രഷറർ എന്നിവരെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ഇന്ത്യാക്ക മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വയനാട്ടിലേക്ക് നടത്തിയ സ്നേഹയാത്ര നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 55 പേരടങ്ങുന്ന സംഘമാണ് യാത്ര നടത്തുന്നത്. ചടങ്ങിൽ ഇന്ത്യാക്ക സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് റഹ്മാൻ മുണ്ടക്കോടൻ അധ്യക്ഷത വഹിച്ചു. മമ്പാട് ടൗൺ അശോക് റോഡ് ലജ്നത്ത് സ്ക്വയറിൽ 3 ദിവസങ്ങളിലായി നടന്നുവന്ന SSF നിലമ്പൂർ ഡിവിഷൻ സാഹിത്യോത്സവം സമാപിച്ചു. 739 പോയിന്റ് നേടി എടവണ്ണ സെക്ടർ സാഹിത്യോത്സവത്തിൽ ജേതാക്കളായി. തിന്മകളിൽ നിന്നെല്ലാം മാറി നിന്ന് നന്മയിലേക്ക് മാത്രം നയിക്കുന്ന പ്രസ്ഥാനമാണ് പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ മാത്രം പ്രവർത്തിക്കുന്ന സംഘടനയായതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളെ എല്ലാവരെയും SSFിൽ തന്നെ പ്രവർത്തിക്കാൻ എല്ലാവരും പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അൽഹംദുലില്ലാഹ്.
627 പോയിന്റ് നേടി മമ്പാട് സെക്ടർ റണ്ണറപ്പായി. 604 പോയിന്റുമായി കരുളായി സെക്ടർ 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ചാലിയാർ സെക്ടറിലെ ഷറഫുദ്ദീൻ കലാപ്രതിഭയായും എടവണ്ണ സെക്ടറിലെ ബാദുഷ സർഗപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടു. SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് മുഷ്താഖ് സഖാഫി വടക്കുമുറി അനുമോദന പ്രഭാഷണം നടത്തി. ഹോളിസ്റ്റിക് എഡ്യൂക്കേഷണൽ ആൻഡ് സർവീസ് ട്രസ്റ്റ് ചെയർമാൻ ആബിദ് ഹുസൈൻ തങ്ങൾ ജിലാനി മമ്പാട് അധ്യക്ഷത വഹിച്ചു. SMA സംസ്ഥാന സെക്രട്ടറി റഷീദ് ഭാഗവി പത്തപ്പിരിയം, അക്ബർ ഫൈസി മമ്പാട്, CK അസറുദ്ദീൻ ബുഖാരി, KC അസദ് എന്നിവർ സംസാരിച്ചു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സർക്കാരിന്റെ ഇന്ദിരാ ഗ്യാരണ്ടിയുടെ ഭാഗമായി KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് തുടക്കമായി. പ്രിയദർശിനി പദ്ധതിയുടെ ഉദ്ഘാടനം നാടെങ്ങും ആഘോഷമാക്കി. ജില്ലാതല ഉദ്ഘാടനം മലപ്പുറത്ത് റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാർ നിർവഹിച്ചു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. വണ്ടൂരിൽ UDFന്റെ നേതൃത്വത്തിൽ ബസ്സിന് ആവേശകരമായ വരവേൽപ്പ്. പരിപാടി ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ആലിപ്പറ്റ ജമീല ഉദ്ഘാടനം ചെയ്തു. വണ്ടൂർ കാപ്പിലിൽ വീണ്ടും സംഘർഷം. 2 BJP പ്രവർത്തകർക്ക് വെട്ടേറ്റു. 1 CPM പ്രവർത്തകനും പരിക്ക്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16-ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്,